അസ്സലാമു അലൈക്കും. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ ആയത്തിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആയത്തുകളിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇനി ഇതിൻ്റെ ആശയം: ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. ഇനി ഇതിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ, മലക്കുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആദം നബി അലൈഹിസ്സലാമയ്ക്ക് സുജൂദ് ചെയ്തു. ഇബ്ലീസ് മാത്രം ചെയ്തില്ല. അവൻ ഗർവ് കാണിക്കുകയും ആഭിജാത്യത്തിൽ അഹങ്കാരം കൊള്ളുകയുമാണ് ചെയ്തത്. തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാമയ്ക്ക് സുജൂദ് ചെയ്യുകയോ എന്നായിരുന്നു ഇബ്ലീസിൻ്റെ ന്യായം. അപ്പോൾ അഹംഭാവം എത്ര ചീത്ത! അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും, ഒരു കടുകുമണിയോളം അഹംഭാവം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഇബ്ലീസിനെ പറ്റി വകാന മിനൽ കാഫിരീൻ എന്ന് പറഞ്ഞതിന് 2 തരത്തിൽ അർത്ഥസാധ്യതയുണ്ട്. അവൻ അവിശ്വാസികളിൽ പെട്ടവനായിത്തീർന്നു എന്നും അതല്ലെങ്കിൽ അവൻ അവിശ്വാസികളിൽ പെട്ടവനായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇബ്ലീസ് ജിന്ന് വർഗത്തിൽ പെട്ടവനാകുന്നു. എന്നാലും സുജൂദിൻ്റെ കൽപ്പന ഇബ്ലീസിനും ബാധകമായിരുന്നു. പക്ഷേ ഇബ്ലീസ് അത് ചെയ്തില്ല. ഇബ്ലീസിനെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ ഇങ്ങനെ പറയുന്നത് കാണാം: പിശാച് മനുഷ്യൻ്റെ ജന്മശത്രുവാണ്. അതായത് അതിലെ ആയത്തുകൾ ഇങ്ങനെയാണ് പറയുന്നത്: നാം മലക്കുകളോട് നിങ്ങൾ ആദമിനെ പ്രണാമം ചെയ്യുക എന്ന് പറഞ്ഞ സന്ദർഭം. അവർ പ്രണാമം ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. അങ്ങനെ തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. എന്നിരിക്കെ നിങ്ങൾ എന്നെ വിട്ട് അവനെയും അവൻ്റെ സന്തതികളെയും രക്ഷാധികാരികളാക്കുകയാണോ? അവർ നിങ്ങളുടെ ശത്രുക്കളത്രേ. അക്രമികൾക്ക് അള്ളാഹുവിന് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ. അതായത് ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ച ശേഷം മനുഷ്യവർഗത്തിൻ്റെ ഔന്നത്യം സ്ഥാപിക്കുവാനായി അദ്ദേഹത്തിന് തലകുനിച്ച് സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. കൽപ്പന ഇബ്ലീസിനും ബാധകമായിരുന്നു. എന്നാൽ അവൻ്റെ വർഗീയ ദുരഹങ്കാരം അവനെ വഞ്ചിച്ചു. അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനു തലകുനിക്കുകയോ എന്ന് പറഞ്ഞ് അവൻ കൽപ്പന നിരസിച്ചു കളഞ്ഞു. അള്ളാഹുവിൻ്റെ കോപശാപത്തിന് ഇരയാവുകയും ചെയ്തു. അതോടെ അവൻ മനുഷ്യൻ്റെ ജന്മശത്രുവായി തീർന്നു. മനുഷ്യനാകട്ടെ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവനെയും അവൻ്റെ വർഗക്കാരെയും കാര്യകർത്താക്കളായി സ്വീകരിച്ചു വരുന്നു. അവരുടെ ദുഷ്പ്രേരണകൾക്കു വശംവദരായി പിഴച്ചു പോവുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ചുള്ള ആക്ഷേപവും അത്ഭുതവുമാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ഈ സംഭവം ഖുർആനിൽ പല സ്ഥലത്തും വിവരിച്ചിട്ടുള്ളതാണ്. സൂറത്തു ത്വാഹയിൽ കൂടുതൽ വിവരം നമുക്ക് കാണാൻ പറ്റും. ആകാശഭൂമികളെയോ മറ്റോ സൃഷ്ടിക്കുന്നതിലൊന്നും തന്നെ പിശാചിനും അവൻ്റെ സന്തതികൾക്കും യാതൊരു തരത്തിലുള്ള ഇടപെടലും പങ്കും ഉണ്ടാവുകയുമില്ല. അങ്ങനെ വല്ല തരത്തിലുള്ള ഒരു പങ്കും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ദുരുപദേശങ്ങൾക്കു വിധേയരാകുന്നതിൽ മനുഷ്യന് എന്തെങ്കിലും ന്യായമുണ്ടാകുമായിരുന്നു. ഇനി പിശാചിനെ ബന്ധുവും കാര്യകർത്താവുമായി സ്വീകരിക്കുന്നവർക്കു ലഭിക്കുന്ന ഫലമാകട്ടെ അതത്രമാത്രം മോശപ്പെട്ടതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 34-ാമത്തെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വ ആഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.